സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ടാച്ചിക്കാവ ബേസിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ അപ്പോഴും ഹോഷിന ഉറങ്ങിയിരുന്നില്ല. കൈജു നമ്പർ 8ൻ്റെ ഫയലും നോക്കി ഓഫീസിൽ തന്നെ ഇരിപ്പാണവൻ. കഴിഞ്ഞ ദിവസത്തെ ഫൈറ്റിനെ പറ്റി മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. മനുഷ്യരെ പോലെ ഫൈറ്റ് ചെയ്യുന്ന കൈജു നമ്പർ 8, മനുഷ്യനായി രൂപം മാറി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കൈജു നമ്പർ 9. കൈജുക്കളിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്നോർത്ത് ഹോഷിന കൺഫ്യൂഷൻ അടിച്ചിരിപ്പാണ്. അതേസമയം കാഫ്ക ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഹോഷിനയ്ക്ക് നേരത്തെ താൻ കൊടുത്ത വാക്കിനെ പറ്റിയായിരുന്നു കാഫ്ക ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്ത് വില കൊടുത്തും അയാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്നും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകില്ല എന്നും മനസ്സിലുറപ്പിച്ച് കാഫ്ക തൻ്റെ റൂമിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴാണ് ആകാശത്ത് അവനൊരു തിളക്കം ശ്രദ്ധിച്ചത്. അങ്ങോട്ട് നോക്കിയ കാഫ്ക ഞെട്ടിപ്പോയി. ആകാശത്ത് നിന്ന് ഉൽക്കകൾ പോലെ എന്തൊക്കെയോ അവിടേക്ക് പാഞ്ഞു വരികയായിരുന്നു. തീമഴ പോലെ അതെല്ലാം ടാച്ചിക്കാവ ബേസിൽ പെയ്തിറങ്ങി. അത് ചെന്ന് വീണ സ്ഥലങ്ങളിലെല്ലാം പൊട്ടിത്തെറികളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. അതോടെ അപായ സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങി. ബഹളം കേട്ട് ഉറക്കത്തിലായിരുന്ന ഡിഫൻസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണർന്നു. ഓഫീസിലിരുന്ന ഹോഷിനെയും ആ ശബ്ദങ്ങൾ കേട്ടു. അവൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് പുറത്തെന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചു. അതേസമയം കൺട്രോൾ സെൻറ്ററിൽ കോനോമി അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിലയിരുത്തുകയായിരുന്നു. അവൾ കാര്യങ്ങളെല്ലാം ഹോഷിനയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. സത്യത്തിൽ അവിടെ വന്ന് വീണുകൊണ്ടിരിക്കുന്നതൊന്നും ഉൽക്കകളല്ല, അതെല്ലാം ഓരോ കൈജുകളാണ്. ആകാശത്ത് നിന്നും ബേസിൻ്റെ 4 ഭാഗത്തും അവയെല്ലാം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൈജുവിൻ്റെയും ഫോർട്ടിറ്റ്യൂഡ് ലെവൽ 6ന് മുകളിലാണ്. അതായത് അവിടെയുള്ള എല്ലാ കൈജുവും ഹോജു കാറ്റഗറിയിൽപ്പെടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള കൈജൂസാണ്. അത് കേട്ട ഹോഷിനെ ഒന്ന് ഞെട്ടി. അവൻ ഉടൻ തന്നെ തൻ്റെ വാളുമെടുത്ത് യുദ്ധത്തിന് തയ്യാറായി. എല്ലാ ഡിഫൻസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരോടും പോരിന് തയ്യാറായിക്കൊള്ളാൻ ഹോഷിനെ ഓർഡർ കൊടുത്തു. കഴിയുന്നത്ര കൈജൂസിനെ ബേസിന് നടുവിലുള്ള ട്രെയിനിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ അവൻ അവരോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ബേസിന് പുറത്തു നിന്നൊന്നും കൈജു അറ്റാക്കിനെ പറ്റിയുള്ള ന്യൂസ് വന്നിട്ടില്ല. ഈ അറ്റാക്ക് ടാച്ചിക്കാവ ബേസിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണോ എന്ന് ഹോഷിനെ ചിന്തിച്ചു. അതേസമയം തകർന്നു കിടന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഓരോ കൈജുവും പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് വായ തുറന്നതും അതിൻ്റെ വായ്ക്കുള്ളിൽ ഒരു തീഗോളം പ്രത്യക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ അത് ആ തീഗോളം ഷൂട്ട് ചെയ്തു. അവിടം പൊട്ടിച്ചിതറി. അലറിക്കൊണ്ട് ആ ജന്തു ആകാശത്തേക്ക് ചിറകടിച്ചുയർന്നു. അപ്പോഴേക്കും കാഫ്ക ടെറസിന് മുകളിലേക്ക് ഓടിയെത്തി. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ടാച്ചിക്കാവ ബേസ് മുഴുവൻ കത്തി എരിയുകയാണ്. എങ്ങും തീജ്വാലകൾ മാത്രം. അപ്പോഴാണ് ബേസിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കൈജൂസിനെ അവൻ കണ്ടത്. അവയെല്ലാം വൈബ്രൻ ടൈപ്പ് കൈജൂസാണ്. ഇതിനു മുൻപും വൈബ്രൻ ടൈപ്പ് കൈജൂസ് സിറ്റിയെ പലതവണ ആക്രമിച്ചിട്ടുള്ള കാര്യം കാഫ്ക ഓർത്തു. പക്ഷേ ഒരിക്കലും അതൊന്നും ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ടില്ല. എന്തോ പന്തികേട് തോന്നിയ കാഫ്ക ഉടൻ തന്നെ ഇക്കാര്യം ഹോഷിനെ വിളിച്ചറിയിച്ചു. ഇതേസമയം ഹോഷിന എല്ലാ ഓഫീസേഴ്സിനെയും വിളിച്ചുകൂട്ടി ബേസിന് നടുവിലെ ട്രെയിനിങ് ഫീൽഡിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. കാഫ്ക പറഞ്ഞതെല്ലാം കേട്ട ഹോഷിനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഹോജുവിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു ശക്തി അവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ അവർ നേരിട്ടതിൽ ഏറ്റവും അപകടകാരിയായ ശത്രു. അവനെ കണ്ടെത്താൻ തീരുമാനിച്ചുകൊണ്ട് ഹോഷിന മുന്നോട്ട് നടന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ നിന്നും 2 കൈജുവിൻ്റെ അകമ്പടിയോടെ ആ ഡൈകൈജു ഹോഷിനയുടെ അടുത്തേക്ക് നടന്നെത്തി. ഹോഷിനെയാണ് അവൻ്റെ ടാർഗറ്റ്. ഡൈകൈജുവിനെ കണ്ട ഹോഷിന ഒരു ഫൈറ്റിന് തയ്യാറെടുത്ത് നിന്നു. പെട്ടെന്ന് ആ ഡൈകൈജു ഹോഷിനയോട് സംസാരിച്ചു. നീയാണോ ഈ ബേസിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ? ആ കൈജു സംസാരിക്കുന്നത് കണ്ട എല്ലാവരും ഞെട്ടി. പക്ഷേ ഹോഷിന കൂളായിരുന്നു. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് സോൾജർ എന്ന് അവൻ ആ കൈജുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും കൺട്രോൾ റൂമിൽ നിന്നും കോനോമി അവനെ കോൺടാക്റ്റ് ചെയ്തു. ആ ഡൈകൈജുവിൻ്റെ ഫോർട്ടിറ്റ്യൂഡ് ലെവൽ 8.3 ആണെന്ന് അവൾ അവനെ അറിയിച്ചു. സിറ്റുവേഷൻ വളരെ അപകടം പിടിച്ചതാണെന്ന് മനസ്സിലായ ഹോഷിന ഉടനെ ഈക്കറൂഗിയെ വിളിച്ചിട്ട് ബാക്കിയുള്ള വൈബ്രൻ ടൈപ്പ് കൈജൂസിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരെണ്ണം പോലും ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാൻ പാടില്ല എന്ന് അവൻ ഈക്കറൂഗയെ ഓർമ്മപ്പെടുത്തി. ഈ സമയം ആ ഡൈകൈജു ഹോഷിനയുടെ നേരെ കൈ ചൂണ്ടി വിരൽഞ്ഞൊടിച്ചു. ഹോഷിന ഉടനെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ആ അറ്റാക്ക് ഒരു മിസൈൽ പോലെ വന്ന് പുറകിലെ ചുവരിലിടിച്ചു. അതിൻ്റെ ഞെട്ടൽ മാറും മുൻപേ കൈജു ഹോഷിനയുടെ പിന്നിൽ വന്ന് അവനെ ഇടിച്ചു. അവൻ്റെ കഥ കഴിഞ്ഞെന്ന് കൈജു കരുതി. പക്ഷേ അപ്പോഴേക്കും ഹോഷിന ചാടി കൈജുവിൻ്റെ പുറകിലെത്തി. ഇതിനെ നേരിടാൻ തനിക്ക് മാത്രമേ പറ്റൂ എന്ന് ഹോഷിനയ്ക്ക് മനസ്സിലായി. ഹോഷിനയുടെ സ്പീഡ് കണ്ട കൈജു നല്ലൊരു എതിരാളിയെ കിട്ടിയതിൽ എക്സൈറ്റഡായി. പെട്ടെന്ന് കൈജുവിൻ്റെ മുഖം നടുക്ക് നിന്നും പിളർന്നു. അതിനുള്ളിൽ നിന്നും നീല നിറത്തിലുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഉടനെ ആ കൈജു സർവ്വശക്തിയും എടുത്ത് അലറി. അതിൻ്റെ എക്കോ ആ ബേസ് മുഴുവൻ അലയടിച്ചു. ഈ സമയം ബേസിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റുള്ള കൈജു എല്ലാം ഈ സൗണ്ട് കേട്ട് വയലൻ്റ് ആവാൻ തുടങ്ങി. യുദ്ധം തുടങ്ങാനുള്ള ബാറ്റിൽ ക്രൈ ആണതെന്ന് ഹോഷിനയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് ആ ഡൈകൈജു ഹോഷിനയെ വീണ്ടും അറ്റാക്ക് ചെയ്തു. ഹോഷിന ഒഴിഞ്ഞു മാറി. ഡൈകൈജുവിൻ്റെ ഓരോ പഞ്ചും ഒരു ഉൽക്ക പോലെയാണ് വീഴുന്നത്. ഒരെണ്ണമെങ്കിലും ദേഹത്ത് കൊണ്ടാൽ തൻ്റെ കഥ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഹോഷിന വളരെ ശ്രദ്ധിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്.
അതിനെ വെട്ടാൻ ഹോഷിനെ പലവട്ടം നോക്കിയെങ്കിലും അവൻ്റെ ആർമർ കാരണം കൈജുവിന് ഒരു പോറൽ പോലും വീഴുന്നില്ല. തൽക്കാലത്തേക്ക് ബേസിൽ നിന്നും ട്രെയിനിങ് ഫീൽഡിലേക്ക് പിന്മാറാൻ അവൻ തീരുമാനിച്ചു. ഈ സമയം ബേസിനുള്ളിൽ പ്ലറ്റൂൺ ലീഡർ ഈക്കരുകയുടെ നേതൃത്വത്തിൽ മറ്റുള്ള എല്ലാവരും വൈബ്രൻ ടൈപ്പ് കൈജൂസിനെ ചറപറ വെടിവെക്കുവാണ്. പക്ഷേ എത്ര ഷൂട്ട് ചെയ്തിട്ടും ആ കൈജുവിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. ആ കൈജു തീതുപ്പാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഓടി മാറേണ്ടി വന്നു. എല്ലാവരോടും ബുള്ളറ്റ് ടൈപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ ഈക്കരുക ഓർഡർ നൽകി. ഈ സമയം നമ്മുടെ കാഫ്ക സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞിരുന്നു. അവൻ ഈക്കരുകയെ കോൺടാക്ട് ചെയ്തിട്ട് ആ കൈജുവിനെ മുന്നിൽ നിന്ന് ആക്രമിച്ച് ബുള്ളറ്റ് വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞു. ആ കൈജുവിൻ്റെ മുൻവശം മുഴുവൻ ഹെവി ആർമർ കൊണ്ട് കവർ ചെയ്തിരിക്കുവാണ്. പക്ഷേ അതിൻ്റെ പുറകുവശം താരതമ്യേന വീക്കാണ്. അതുകൊണ്ട് അതിനെ പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നത് മാത്രമാണ് അതിനെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം. കാഫ്ക പറഞ്ഞതൊക്കെ കേട്ട ഈക്കരുക ആ കൈജുവിൻ്റെ പിൻഭാഗം ഒന്ന് ശ്രദ്ധിച്ചു. കാഫ്ക പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയ അവൻ കാഫ്കയ്ക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് അവൻ ടീമിലുള്ള എല്ലാവരോടും കൈജുവിനെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തു. ഇത് കേട്ട ഉടനെ നമ്മുടെ ആവോയിയും ഹാരുയിച്ചിയും ഫീൽഡിലേക്ക് ഓടി. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു കൈജു ചാടി വന്നു. അവർ രണ്ടുപേരും ടീമായിട്ട് അതിനെ കൊല്ലാൻ പ്ലാനിട്ടു. അങ്ങനെ കൈജുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും രണ്ട് വശത്തേക്ക് ഓടി മാറി. ആവോയി അതിനെ നേർക്ക് നേരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹാരുയിച്ചി അതിൻ്റെ സൈഡിലൂടെ ഓടി കൈജുവിൻ്റെ പുറകുവശത്തെത്തി. അവൻ ഫുൾ കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്ത് കൈജുവിനെ പുറകിൽ നിന്ന് വെടിവെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ ബിൽഡിംഗ് തകർത്തുകൊണ്ട് മറ്റൊരു കൈജു അങ്ങോട്ടേക്ക് വന്നു. അത് ഹാരുയിച്ചിയുടെ നേരെ തീരുപ്പിയപ്പോൾ അവൻ അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടു. കൈജൂസും പരസ്പരം ടീമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെന്ന് അവൻ മനസ്സിലാക്കി. ഈ സമയം നമ്മുടെ കാഫ്ക ആ ബാറ്റിൽ ഫീൽഡിലേക്ക് ഓടുകയാണ്. കൈജൂസ് എല്ലാവരും പരസ്പരം ഡിഫെൻഡ് ചെയ്യുകയാണെന്ന് കേട്ട അവനും കൺഫ്യൂസ്ഡായി. എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ആ ബാറ്റിൽ ഫീൽഡിൽ പലയിടത്തായി നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും കൈജുവിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കീക്കറു ആ ഫീൽഡിലേക്ക് ഓടിക്കയറി. ഇനി കൈജുവിൻ്റെ കാര്യം ഞാൻ ഏറ്റുവെന്ന് അവൾ ഇയർഫോണിലൂടെ എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട ഈഹറു അവളുടെ അറ്റാക്കിംഗ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. കൈജുവിനെ വെട്ടിക്കീറണമെന്നത് മാത്രമാണ് അവളുടെ പ്ലാൻ. ഇത് കേട്ട എല്ലാവരും അമ്പരന്ന് നിന്നപ്പോൾ കീക്കറു മിന്നൽ വേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടിക്കയറി. കൈജുവിൻ്റെ മുന്നിലെത്തിയതും അവൾ കയ്യിലിരുന്ന ആയുധം ആഞ്ഞു വീശി. അതോടെ ആർമറെല്ലാം തകർന്ന് ആ കൈജു ചത്തു വീണു. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ടിരുന്നു പോയി. കാരണം കീക്കറുവിൻ്റെ പുതിയ ആയുധം ഒരു ഭീമൻ മഴുവാണ്. കൈജുവിൻ്റെ ശവത്തിന് മുന്നിൽ അഭിമാനത്തോടെ അവൾ ആ മഴുവും പിടിച്ച് നിൽപ്പായി. കുറച്ച് ദിവസം മുൻപ് നമ്മുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കീക്കറുവിനെ രഹസ്യമായി മീറ്റ് ചെയ്തിരുന്നു. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കഴിഞ്ഞാൽ ടീമിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഓഫീസർ കീക്കറുവാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അവൾക്ക് പുതിയൊരു ആയുധം നൽകി. 2 കൊല്ലം മുൻപ് സിറ്റിയിൽ വന്ന ഒരു കൈജുവിൻ്റെ കൊമ്പിൽ നിന്നുമാണ് ഈ പവർഫുള്ളായിട്ടുള്ള മഴു ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ കീക്കറുവിന് നല്ല കോൺഫിഡൻസ് തോന്നി. ഒരുപാട് ഫൈറ്റിംഗ് ടെക്നിക്കുകളുള്ള ഒരു പവർഫുൾ വെപ്പണാണത്. അപ്പോഴേക്കും കീക്കറുവിൻ്റെ പിന്നിൽ നിന്നും ഒരു കൈജു അങ്ങോട്ടേക്ക് വന്നു. അതിനെ കണ്ട കീക്കറു ആക്സിൻ്റെ ആദ്യത്തെ ഫൈറ്റിംഗ് ടെക്നിക്കായ ഫോളിംഗ് തണ്ടർ അതിൻ്റെ മണ്ടയ്ക്ക് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. കൈജു അവളുടെ നേരെ തീ തുപ്പിയതും അവൾ മുകളിലേക്ക് എടുത്ത് ചാടി. എയറിൽ വെച്ച് ആക്സ് വീശിക്കൊണ്ട് അവൾ അതിൻ്റെ ട്രിഗർ അമർത്തിയപ്പോൾ ആക്സിൽ നിന്നും ഒരു ഷോക്ക് വേവ് ഉണ്ടായി. അതോടെ അവളുടെ സ്പീഡ് പല മടങ്ങ് കൂടി. ഒരു ഇടിമിന്നൽ പോലെ അവൾ വന്ന് ആ കൈജുവിനെ 2ആയി വെട്ടി മുറിച്ചു. അപ്പോഴേക്കും മറ്റൊരു കൈജു അവളുടെ നേരെ ഓടി വന്നു. അവൾ അവിടെ നിന്ന് ചാടി മാറിയിട്ട് ആക്സിൻ്റെ സെക്കൻഡ് ഫൈറ്റിംഗ് ടെക്നിക്കായ വാട്ടർ സ്കിമ്മർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. കൈജു അവളുടെ നേരെ തിരിഞ്ഞതും അവൾ അതിൻ്റെ നേരെ ഓടിച്ചെന്നിട്ട് അതിൻ്റെ മുന്നിൽ വെച്ച് ആക്സ് ഒന്ന് ശക്തിയായി കറക്കി വീശി. ആ ഷോക്ക് വേവ് കൊണ്ട് കൈജുവിൻ്റെ ശരീരം തകർന്നുപോയി. നമ്മുടെ കീക്കറു ഇപ്പോൾ ഈ ഫൈറ്റ് ഒരുപാട് എൻജോയ് ചെയ്യുകയാണ്. ഈസി ആയിട്ട് അവൾ കൈജുവിനെ കൊല്ലുന്നത് കണ്ട ഈഹറുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. പെട്ടെന്ന് ഒരു കൈജു ആകാശത്ത് നിന്നും കീക്കറുവിനെ നേരെ പറന്നു വന്നു. എയറിൽ വെച്ച് അതിനെ കൊല്ലാൻ കീക്കറുവിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കൈജുവിൻ്റെ ശരീരം ഐസാകാൻ തുടങ്ങി. അത് നേരെ നിലത്തേക്ക് വീണുരുണ്ടു. നമ്മുടെ ഇച്ചിക്കാവയാണ് ആ കൈജുവിനെ ഫ്രീസ് ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തത്. കാരണം എയറിൽ വെച്ച് അതിനെ വെട്ടി വീഴ്ത്താൻ കീക്കറുവിന് പാടാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇത്ര പവർഫുള്ളായ കൈജുവിനെയും ഒറ്റയ്ക്ക് നേരിടാനുള്ള അവൻ്റെ ധൈര്യത്തിൽ കീക്കറു ഇംപ്രസ്ഡായി. ആ കൈജു വീണ്ടും എഴുന്നേറ്റ് പറക്കാൻ നോക്കിയപ്പോൾ ഇച്ചിക്കാവ വീണ്ടും അതിനെ പറക്കാൻ വിടാതെ ഐസ് ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ അവസരം മുതലാക്കിയ കീക്കറു ഓടിച്ചെന്ന് ആക്സിൻ്റെ ഹാഫ് മൂൺ എന്ന ബാറ്റിൽ ടെക്നിക്ക് ഉപയോഗിച്ച് അതിൻ്റെ തല വെട്ടിയെറിഞ്ഞു. ഇത് കണ്ട ഇച്ചിക്കാവയും ഹാപ്പിയായി. അപ്പോൾ കീക്കറു അവനോട് തന്നെ ഫൈറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ടീമായിട്ട് കൈജുവിനെയെല്ലാം ഓടിച്ചിട്ടടിക്കാൻ തീരുമാനിച്ചു. ഈ സമയം മറ്റൊരിടത്ത് നിന്ന് നമ്മുടെ ആവോയിയും ഹാരുയിച്ചിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. കീക്കറുവിൻ്റെ ടീമിനെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ വിടില്ല എന്ന് അവർ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ടീമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി. ഈ സമയം ബാറ്റിൽ ഫീൽഡിൽ ഓഫീസർ മീനാസെ ഒരു കൈജുവിൻ്റെ മുന്നിൽ വീണുപോയി. കൈജു അവളെ ടാർഗറ്റ് ചെയ്യുന്നത് ദൂരെ നിന്ന് നമ്മുടെ കാഫ്ക കണ്ടു. പക്ഷേ തന്നെക്കൊണ്ട് അവിടെ സമയത്തിന് ഓടിയെത്താൻ പറ്റില്ല എന്ന് അവൻ അറിയാമായിരുന്നു.
അവൻ ഉടനെ തൻ്റെ കാലുകൾ മാത്രം കൈജുവിൻ്റേതായി ട്രാൻസ്ഫോം ചെയ്തിട്ട് മിന്നൽ പോലെ അങ്ങോട്ടോടി. കൈജു മീനാസയെ അറ്റാക്ക് ചെയ്തതും കാഫ്ക അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു. കണ്ണു തുറന്ന മീനാസെ അവനോട് നന്ദി പറഞ്ഞു. ഇത് കേട്ട കാഫ്ക അഭിമാനം കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ പുറകിൽ നിന്നും കൈജു അടുത്ത അറ്റാക്കിന് റെഡിയായി കഴിഞ്ഞു. പണിവാളിയെന്ന് മനസ്സിലാക്കി കാഫ്ക പകച്ചു നിന്നപ്പോൾ നമ്മുടെ കീക്കറോ അങ്ങോട്ടേക്ക് ചാടി വന്നിട്ട് കൈജുവിനെ വെട്ടിയെറിഞ്ഞു. അവളുടെ കൂടെ ഇച്ചിക്കാവയും ഉണ്ടായിരുന്നു. കീക്കറോ അവരോട് കൈജുവിനെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം മുറിവേറ്റ ആളുകളെ സേഫാക്കാൻ പറഞ്ഞു. കാഫ്കയും മീനാസയും അത് സമ്മതിച്ചു. അപ്പോൾ ഇച്ചിക്കാവ കാഫ്കയോട് ആവശ്യമില്ലാത്ത റിസ്ക് എടുത്ത് പണി മേടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചിട്ട് കൈജുവിനെ ഫൈറ്റ് ചെയ്യാൻ ഓടി. എല്ലാവരും ഒരുമിച്ച് ടീമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാഫ്ക ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും വയർലെസ്സിലൂടെ നേരത്തെ ഓഫ് ഡ്യൂട്ടിയിലായിരുന്ന നാക്കനോഷീമയും പ്ലറ്റൂണും ഫൈറ്റിൽ ജോയിൻ ചെയ്തു എന്ന് റിപ്പോർട്ട് കിട്ടി. ഈ സമയം പ്ലറ്റൂൺ ലീഡർ എബിനെയും ആർമിയും ഫീൽഡിൻ്റെ തെക്കേ അറ്റത്ത് പറന്നിറങ്ങുവാണ്. പ്ലറ്റൂൺ ലീഡറായ ടാക്കാവോയും പിള്ളേരും ഫ്രീസിംഗ് ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്ത് റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും പ്ലറ്റൂൺ ലീഡർ ഇറ്റാക്കുരയും ടീമും വെയർഹൗസ് ഏരിയ മൊത്തം ക്ലിയർ ചെയ്തുവെന്ന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഓഫ് ഡ്യൂട്ടിയിലായിരുന്ന എല്ലാവരും തിരിച്ചു വന്നതോടെ ക്യാപ്റ്റൻ ആഷിറോ ഇല്ലാതെ തന്നെ ഫൈറ്റ് നമ്മൾ ജയിക്കുമെന്ന് കാഫ്ക ഉറപ്പിച്ചു. ഇതുപോലെയുള്ളൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയതിൽ അവന് സന്തോഷം തോന്നി. ഈ സമയം മറ്റൊരിടത്ത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഹോഷിന ആ ഡൈകൈജുവിനെ ഡീൽ ചെയ്യാൻ പാടുപെടുകയായിരുന്നു. ഹോഷിനെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഡൈകൈജുവിൻ്റെ സ്പീഡിനും പവറിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൻ നന്നേ കഷ്ടപ്പെട്ടു. അങ്ങനെ ട്രെയിനിങ് ഫീൽഡിനടുത്തെത്തിയതും അവൻ കോനോമിയോട് ഗേറ്റ് നമ്പർ 3 ഓപ്പൺ ആക്കാൻ പറഞ്ഞു. കോനോമി അതനുസരിച്ചു. ഗേറ്റ് തുറന്നപ്പോൾ ഹോഷിനെ നേരെ ട്രെയിനിങ് ഫീൽഡിനുള്ളിലേക്ക് കയറി. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കിയത്. സാധാരണ കൈജൂസ് എല്ലാം യാതൊരു ഇമോഷനും ഇല്ലാതെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഡൈകൈജു ഫൈറ്റ് ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അപ്പോഴും ഹോഷിനയ്ക്ക് മനസ്സിലായിരുന്നില്ല. പെട്ടെന്ന് കൈജു ആ ഡോർ തകർത്തുകൊണ്ട് അതിൽ പിടിച്ചു നിന്നു. ഡോറിൻ്റെ പില്ലറുകളുടെ അടിയിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഹോഷിനെ ചാടി മാറിയത്. ഡോർ റിപ്പയറിങ്ങിൻ്റെ ക്യാഷ് നിൻ്റെ അപ്പം തരുമോ എന്ന് ചോദിച്ച് ഹോഷിനെ കൈജുവിനോട് ചൂടായി. പക്ഷേ അപ്പോഴേക്കും കൈജു അവിടെ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. അവനിപ്പോൾ ഹോഷിനയുടെ പുറകിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് അത് ഹോഷിനയുടെ നേരെ ചാടി വന്നു. ഹോഷിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയെങ്കിലും കൈജു അവനെ ഇടിച്ച് പറത്തി വിട്ടു. പെട്ടെന്ന് ആ കൈജുവിൻ്റെ വലത്തെ കൈ അറ്റ് താഴെ പോയി. ഇത് ഹോഷിനെ തന്ന പണിയായിരുന്നുവെന്ന് മനസ്സിലാക്കി കൈജു അവൻ്റെ പവറിൽ ഇംപ്രസ്ഡായി. അവനെ എത്രയും പെട്ടെന്ന് കൊന്നു തിന്നാൻ കൈജു തീരുമാനിച്ചു. അവിടത്തെ പൊടിയും പുകയുമൊക്കെ മാറിയപ്പോൾ കൈജു കണ്ടത് ഹോഷിന് അറ്റാക്കിന് റെഡിയായി നിൽക്കുന്നതാണ്. അവൻ തൻ്റെ കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സത്യത്തിൽ പുറത്തു വച്ച് ഇത്രയും നേരം അവൻ അറ്റാക്ക് ചെയ്യാതെ ഓടി മാറിയത് മറ്റുള്ള ഓഫീസേഴ്സിന് വല്ലതും പറ്റിയാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ ട്രെയിനിങ് ഫീൽഡിനുള്ളിൽ അവൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഫുൾ പവർ എടുത്ത് ഈ കൈജുവിനെ കൊല്ലാൻ തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരു എപ്പിക് ബാറ്റിലിന് റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഹോഷിന് കൈജുവിൻ്റെ ആർമറിലെ ഗ്യാപ്പിൽ കൂടി വെട്ടി. കൈജു അവനെ പലവട്ടം ഇടിക്കാൻ നോക്കിയെങ്കിലും ഹോഷിന് അതിവേഗം അവൻ്റെ ആർമറിലെ ഗ്യാപ്പ് നോക്കി വെട്ടുന്ന പരിപാടി തുടർന്നു. അതോടെ കൈജുവിന് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ ഹോഷിനെ കൈജുവിൻ്റെ പുറകിലൂടെ ഓടിച്ചെന്ന് വെട്ടാൻ നോക്കിയപ്പോൾ കൈജു പെട്ടെന്ന് ആർമറിലെ ഗ്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് അവനെ ഇടിക്കാൻ കൈയോങ്ങി. പക്ഷേ അപ്പോഴേക്കും ഹോഷിന് കൈജുവിൻ്റെ നെഞ്ചിലെ ആർമർ അടക്കം എക്സ് ആകൃതിയിൽ വെട്ടി പിളർത്തി. എന്താണ് നടക്കുന്നതെന്ന് കൈജുവിന് പെട്ടെന്ന് മനസ്സിലായില്ല. ഹോഷിനയുടെ സെക്കൻഡ് ഫൈറ്റിംഗ് ടെക്നിക്കായ ക്രോസ് സ്ലാഷർ ടെക്നിക്കായിരുന്നു അത്. സത്യത്തിൽ അവൻ ആദ്യം ആർമറിലെ ഗ്യാപ്പ് നോക്കി വെട്ടിക്കൊണ്ടിരുന്നത് കൈജുവിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. ഇത് മനസ്സിലാക്കിയ കൈജു ഹോഷിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നുവെങ്കിലും ഹോഷിനെ അവൻ്റെ 4ാമത്തെ ടെക്നിക്കായ വൈൽഡ് സ്ലാഷർ ഉപയോഗിച്ച് കൈജുവിനെ അറഞ്ചം പുറഞ്ചം വെട്ടിയെറിഞ്ഞു. ഒടുവിൽ അതിൻ്റെ കഴുത്തുകൂടി വെട്ടിമുറിച്ചിട്ടതോടെ എല്ലാം കഴിഞ്ഞുവെന്ന് ഹോഷിനെ കരുതി. പക്ഷേ കൈജു അപ്പോഴും ഇതെല്ലാം എൻജോയ് ചെയ്യുകയാണ്. പറ്റിയ ഒരു എതിരാളിയെ കിട്ടിയ സന്തോഷത്തിൽ അവൻ തൻ്റെ ശരീരം മൊത്തം ഹീൽ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട ഹോഷിനെ അന്തം വിട്ട് നിന്ന സമയം കൊണ്ട് കൈജു തൻ്റെ ശരീരം മുഴുവൻ ഹീലാക്കി വന്നിട്ട് അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്രാവശ്യം കൈജു കുറേ കൂടി സ്പീഡിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഫൈറ്റിൻ്റെ അഡ്രിനാലിൻ റഷ് കൈജു എൻജോയ് ചെയ്യുകയാണ്. ഇതിനി ഒരു നടക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയ ഹോഷിനെയും തൻ്റെ അറ്റാക്കിൻ്റെ സ്പീഡ് കൂട്ടി. കൈജു ഇടിക്കാൻ ഓങ്ങിയപ്പോൾ അവൻ അതിൻ്റെ കൈ ഇറച്ചി വെട്ടും പോലെ വെട്ടി എറിഞ്ഞു. അപ്പോൾ അവൻ്റെ പുറകുവശത്തായി കോറിരിക്കുന്നത് ഹോഷിനെ കണ്ടു. അവൻ അങ്ങോട്ടേക്ക് ചാടി വന്ന് 6ാമത്തെ സ്കില്ലായ 8 ഫോൾഡ് സ്ലാഷർ കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്തു. അതോടെ കൈജു 8 പീസായി ചിതറി. അതോടെ കൈജു ചത്തു എന്ന് കരുതി കോനോമിയും ടീമും കൺട്രോൾ റൂമിലിരുന്ന് ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് വെറുമൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഹോഷിനയ്ക്ക് അറിയാമായിരുന്നു. അവൻ്റെ കൺമുൻപിൽ വച്ച് കൈജുവിൻ്റെ ശരീരം പല മടങ്ങ് വലുതാകാൻ തുടങ്ങി. കൈജുവിൻ്റെ പ്രസൻസ് മുൻപത്തേക്കാൾ പവർഫുൾ ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കോനോമിയും ആകെ പേടിച്ചുപോയി. ഈ സമയം ട്രെയിനിങ് ഫീൽഡിൽ നിന്ന കാഫ്കയ്ക്കും കൈജു ഫോം എടുക്കാതെ തന്നെ മറ്റൊരു കൈജുവിൻ്റെ പ്രസൻസ് അറിയാൻ കഴിഞ്ഞു. വൈസ് ക്യാപ്റ്റൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോഴേക്കും ആ കൈജുവിൻ്റെ ശരീരം വലിയ കുമിളകൾ പോലെ ട്രെയിനിങ് ഫീൽഡിൽ നിറഞ്ഞു. അതിൽ ഓരോന്നിൽ നിന്നും കൈജു റീജനറേഷൻ്റെ ഭാഗമായി ചൂടാവി പുറത്തേക്കൊഴുകി.
ഒടുവിൽ ആ കൈജുവിൻ്റെ റീജനറേഷൻ പൂർത്തിയായി. ആ കാഴ്ച കണ്ട ഹോഷിനെ വരെ ഞെട്ടി. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടി വലിപ്പത്തിൽ നിൽക്കുകയാണ് ആ ഡൈകൈജു. അതിൻ്റെ അലർച്ചയിൽ ആ പ്രദേശം മൊത്തം വിറച്ചു. ഈ സമയം കൊണ്ട് കോനോമി അതിൻ്റെ ഫോർട്ടിറ്റ്യൂഡ് ലെവൽ മെഷർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫോർട്ടിറ്റ്യൂഡ് ലെവൽ 9.0. അതായത് ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ കൈജുവിനെയാണ് അവരിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ കൈജുവിനും ഒരു പേര് വീണു, ദ കൈജു നമ്പർ 10.